ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ വലിയ രീതിയിൽ വരൾച്ചയുണ്ടായി. മഴയില്ലാത്തതിനാൽ കൃഷികൾ കരിഞ്ഞുണങ്ങുകയായിരുന്നു. കൃഷി മുഴുവൻ നശിക്കുമല്ലോ എന്നോർത്ത് ഗ്രാമവാസികൾ ആശങ്കയിലും സങ്കടത്തിലുമായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു സന്യാസി അവരുടെ ഗ്രാമത്തിൽ വന്ന് ഉത്സാഹത്തോടെ നൃത്തം ചെയ്യാൻ തുടങ്ങി. ഗ്രാമവാസികൾ അദ്ദേഹത്തെ ഒരു ഭ്രാന്തനായി കണക്കാക്കി. പതുക്കെ ആ ഭ്രാന്തൻ സന്യാസിയുടെ വാർത്ത ഗ്രാമം മുഴുവൻ പരന്നു. അദ്ദേഹത്തെ കാണാൻ ആളുകൾ ചുറ്റും കൂടി. പലരും അദ്ദേഹത്തെ കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് മേഘങ്ങൾ ഉരുണ്ടുകൂടാൻ തുടങ്ങി. അങ്ങനെ കനത്ത മഴ പെയ്തു. സന്യാസി നൃത്തം അവസാനിപ്പിച്ചു. ഗ്രാമവാസികളുടെ ആശ്ചര്യത്തിന് അതിരുകളില്ലായിരുന്നു. കൂപ്പുകൈകളോടെ അവർ സന്യാസിയോട് ക്ഷമ ചോദിക്കാൻ തുടങ്ങി. അന്നു മുതൽ സന്യാസി ഗ്രാമത്തിൽ തന്നെ താമസിക്കാൻ തുടങ്ങി. വരൾച്ച വരുമ്പോഴെല്ലാം അദ്ദേഹം നൃത്തം ചെയ്ത് മഴ പെയ്യിക്കുമായിരുന്നു. മഴയുടെ സന്യാസി എന്ന പേരിൽ അദ്ദേഹം പ്രശസ്തനായി. ഒരിക്കൽ നഗരത്തിലെ ചില യുവാക്കൾ ഗ്രാമം സന്ദർശിക്കാൻ വന്നു. അവർ ആ സന്യാസിയെക്കുറിച്ച് അറിയാനിടയായി. അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സന്യാസിയുടെ നൃത്തം കാരണം മഴ പെയ്യുമെങ്കിൽ അത് ഞങ്ങൾക്കും കഴിയുമെന്ന് അവർ ഗ്രാമവാസികളോട് പറഞ്ഞു. നൃത്തം ചെയ്ത് മഴ പെയ്യിക്കുക എന്ന വെല്ലുവിളി ആ യുവാക്കൾ ഏറ്റെടുത്തു. പിറ്റേന്നു രാവിലെ ഗ്രാമവാസികളെല്ലാം ഒരു വയലിൽ ഒത്തുകൂടി. സന്യാസിയും അവിടെയുണ്ടായിരുന്നു. 4 യുവാക്കളും ഉണ്ടായിരുന്നു. അവർ 4 പേരും നൃത്തം ചെയ്യാൻ തുടങ്ങി. 1 മണിക്കൂർ കഴിഞ്ഞെങ്കിലും മഴ പെയ്തില്ല. ഒരാൾ നൃത്തം ചെയ്ത് തളർന്നു. അവൻ അവശനായി ഒരു ഭാഗത്തിരുന്നു. വേറൊരാളും ക്ഷീണിതനായി. അവനും നൃത്തം മതിയാക്കി. എന്നാൽ ബാക്കി 2 യുവാക്കൾ നൃത്തം തുടർന്നു. പക്ഷേ മഴയൊന്നും പെയ്തില്ല. കുറച്ചു സമയത്തിനു ശേഷം അവരും തളർന്നിരുന്നു. അതിനുശേഷം സന്യാസി നൃത്തം ചെയ്യാൻ തുടങ്ങി. 1 മണിക്കൂർ കഴിഞ്ഞു. മഴ പെയ്തില്ല. പക്ഷേ സന്യാസി നൃത്തം തുടർന്നു. 2 മണിക്കൂർ കഴിഞ്ഞു. മഴ പെയ്തില്ല. പക്ഷേ സന്യാസി നൃത്തം തുടർന്നു. വൈകുന്നേരമായിട്ടും സന്യാസി നൃത്തം തുടർന്നു. അദ്ദേഹം നൃത്തം ചെയ്തുകൊണ്ടേയിരുന്നു. ഈ സന്യാസി വെറുതെ നൃത്തം ചെയ്യുകയാണ്. ഇനി മഴയൊന്നും പെയ്യാൻ പോകുന്നില്ല, ആ 4 യുവാക്കളും പറഞ്ഞു. അപ്പോഴാണ് പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങിയത്. സന്യാസി നൃത്തം അവസാനിപ്പിച്ചു. ഗ്രാമവാസികൾ സന്തോഷത്തോടെ തുള്ളിച്ചാടി. 4 യുവാക്കളും സന്യാസിയുടെ കാൽക്കൽ വീണു. ഗുരുദേവ, താങ്കൾ ഈ അത്ഭുതം എങ്ങനെയാണ് ചെയ്തത്? അദ്ദേഹത്തിന് നല്ല ക്ഷീണമുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഴ പെയ്യുമെന്ന വിശ്വാസത്തോടെയാണ് ഞാൻ നൃത്തം ചെയ്യാൻ തുടങ്ങുക. മഴ പെയ്യുന്നതുവരെ ഞാൻ നൃത്തം ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നൃത്തം ചെയ്യുമ്പോഴെല്ലാം മഴ പെയ്യുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന പല സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളും ഒരു കാലത്ത് ഒരുപാട് തോൽവികൾ ഏറ്റുവാങ്ങിയവരാണ്. അവരുടെ മനസ്സും പലതവണ തളർന്നിട്ടുണ്ടാകും. എന്നാൽ കഠിനാധ്വാനവും ദൃഢനിശ്ചയവും ഒരിക്കലും തോറ്റുകൊടുക്കില്ല എന്ന ചിന്തയും അവരെ ഇന്ന് ശക്തരാക്കി. ഇന്നും അവർ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. തോൽവികൾ വരുമ്പോൾ അവരുടെ മനസ്സും തളരും. എന്നാൽ എല്ലാ സമയത്തും അതിനെക്കുറിച്ചോർത്ത് അവർ വിഷമിച്ചിരിക്കില്ല. ഇനി തോൽക്കാതിരിക്കാൻ അതിനെയെല്ലാം മറന്നുകൊണ്ട് വീണ്ടും വലിയൊരു വിജയത്തിനു വേണ്ടി അവർ കഠിന പ്രയത്നം ചെയ്തുകൊണ്ടേയിരിക്കും. ഏതൊരു കാര്യത്തിലും വിജയിക്കാൻ അത് പൂർത്തിയാക്കുമെന്ന ദൃഢനിശ്ചയത്തോടെ ആരംഭിക്കുക. ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും, എന്നാൽ അതിൽ തളരരുത്. കഠിനാധ്വാനം തുടരുക. തീർച്ചയായും ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും.